ക്രോഷ്യ പിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ യാണാണ്. ഈ ഒരു ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ക്രോഷ്യ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് എല്ലാവരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു ബിഗിനറിന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിച്ചു. ഫസ്റ്റ് ഇതാ ഒരു യാൺ എടുത്തിട്ട് ടെയിലിൻ്റെ യാൺ എടുക്കുക. യാൺ ഇങ്ങനെ ചുറ്റുക. ചുറ്റിയതിന് ശേഷം ബാക്കി വരുന്ന പോർഷൻ ഇതിലേക്ക് വലിക്കുക. ഇതാണ് സ്ലിപ്പ് നോട്ട്. നമുക്ക് ഈ ഒരു എൻഡിൽ വലിച്ചു കഴിഞ്ഞാൽ ഈ എൻഡിൽ വലിച്ചാൽ ചെറുതാവും, നോട്ട് ചെറുതാവും. നമ്മളിത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിരലിലാണ് ചെയ്യുന്നത്. ഈ വിരലിൽ നോട്ട് വെക്കുക. അതിനുശേഷം ഈ വിരൽ ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇതിലേക്ക് നമ്മൾ ഹുക്ക് കയറ്റുക. ഇങ്ങനെ ഇതിൽ വലിച്ചാൽ ഇയാൾ ടൈറ്റ് ആവും. ഇങ്ങനെ ശരി. നമ്മളിനി ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ വയ്ക്കുക. യാൺ ഓവർ യാൺ ഇതിലെ ഇങ്ങനെ ഹുക്ക് ഇതിലെ ഇങ്ങനെ കയറ്റുക. യാൺ ഓവർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. യാൺ താഴേക്ക് പുൾ ചെയ്യുക. ഇതൊരു നോട്ടാവും. ഫസ്റ്റ് ചെയിനാണ് ഇത് വരുന്നത്. സെക്കൻഡ് ചെയിൻ ചെയ്യാനായിട്ട് വീണ്ടും ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക, താഴേക്ക് വലിക്കുക. സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഓക്കെ, ടോട്ടൽ 1 2 3 4 ചെയ്യാനുണ്ട്. നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എത്ര സ്റ്റിച്ച് ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടുമേ. അതിനുശേഷം ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഞാൻ താഴേക്ക് വലിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. വീണ്ടും നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് യാൺ താഴേക്ക് വലിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും 2 ലൂപ്പ് കിട്ടും. വീണ്ടും ആ 2 ലൂപ്പിനുള്ളിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് താഴേക്ക് വലിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു പ്രോസസ്സ് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിലാണ് ബാക്കി സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെങ്കിൽ ചെയിൻ സ്റ്റിച്ചിനേക്കാളും ഒരു സ്റ്റിച്ച് കുറവായിരിക്കും സിംഗിൾ ക്രോഷ്യയിൽ. അതായത് 10 ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആയിരിക്കും വരുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയിൻ സ്റ്റിച്ചിലാണ് ആദ്യം തുടങ്ങുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ യാൺ ഹുക്കിലേക്ക് ഒരു ചുറ്റുക. അതിനുശേഷം ഒരു ചെയിൻ വിട്ടിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക്
നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് താഴേക്ക് വലിക്കുമ്പോഴത്തേക്കിനും നമുക്ക് 3 ലൂപ്പ് കിട്ടും. സിംഗിൾ ക്രോഷയിൽ 2 ലൂപ്പാണ്, ഡബിൾ ക്രോഷ്യ വരുമ്പോഴത്തേക്കും അത് 3 ലൂപ്പായിട്ട് വരും. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലേക്ക് ഹുക്ക് വലിച്ച് യാൺ എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും 2 ലൂപ്പ് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് വലിച്ച് യാൺ പുറത്തേക്ക് എടുക്കുക. അടുത്ത റൗണ്ടിൽ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ വീണ്ടും യാൺ ഹുക്കിലേക്ക് ചുറ്റി അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് ചെയ്യുക. ആദ്യം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ആ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലേക്ക് യാൺ വലിച്ച് താഴേക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും വരുന്ന 2 യാണിൽ വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്.